ഇപ്പം നമ്മൾ കാൽക്ക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ട്രെയിനിനെ നോക്കാം ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്നിട്ട് കാണാം. ഈ ട്രെയിനാണ് രണ്ടാമത്തത് 52451 ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ് ആണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 6. ഇപ്പം നമ്മളിവിടെ എത്തി. ഇനി നമ്മൾ ഷിംലയിലേക്കുള്ള ട്രെയിൻ ഇതാണ്. അതിന് ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. പ്ലാറ്റ്ഫോം 1 to 2 to 4 ഒക്കെ ഇങ്ങോട്ടാണ്. ഇതാണ് കാൽക്ക റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മൾ സാധാ ട്രെയിൻസൊക്കെ ഇവിടെ കാണാം. അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടായിട്ടാണ് ഷിംലയിൽ പോകുന്ന ടോയ് ട്രെയിൻ ഉണ്ടാവും. ഇതാണ് ഇത് ആ കാണുന്നതാണ് ഞാൻ പോകാൻ പോകുന്ന ടോയ് ട്രെയിൻ. ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. അത് ശ്രദ്ധിക്കുന്നത് ട്രെയിൻ ടു ഷിംല രണ്ടെണ്ണം ഉണ്ടോ. പ്ലാറ്റ്ഫോം 5ഉം പ്ലാറ്റ്ഫോം 6ഉം ആണ്. പ്ലാറ്റ്ഫോം 5 ആണ് പ്ലാറ്റ്ഫോം 5. ഇത് പ്ലാറ്റ്ഫോം 6. ഇതാണ് ട്രെയിൻ 52451 ശിവാലിക് ഡീലക്സ്. ഇതാണ് ഇനി പോകാൻ പോകുന്നത്. ഡീലക്സ് ഫസ്റ്റ് ക്ലാസ് ചെയർ കാർ അങ്ങനെ ഒരുപാടുണ്ട്. ഇതിലിപ്പോൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഏതാണ് നോക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ട്രെയിന്. എൻ്റെ കോച്ച് പൊസിഷൻ രണ്ടാമതാണ് F5 ആണ്. അതാണ് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഇത് ഒരു വ്യത്യാസമുണ്ട്. ഊട്ടീൻ്റെ ഇതിനെക്കാട്ടും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ. അപ്പം അതിനുള്ളിൽ ഇപ്പോൾ ഈ സമയമായിട്ടില്ല. 5:30 അത് തുടങ്ങും. അപ്പം ആ സമയത്ത് കയറി ഉള്ളിലത്തെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം. എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് ട്രെയിനിൻ്റെ യാത്ര വീഡിയോ ആണ്. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടോയ് ട്രെയിന്. ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ കയറി ഇപ്പോൾ ടൈമായിന്ന് വരുന്നേ ഉള്ളൂ. 5:45 ട്രെയിനാണ്. ശിവാലിക് എന്നാണ് എൻ്റെ പേര്. ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ്. ഇതാണ് മഞ്ഞ് പോകുന്ന വഴിയുള്ള കാഴ്ചയാണ്. പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഏപ്രിൽ സമ്മർ സീസണിലാണ്. അപ്പോൾ സ്നോ ഒന്നും ചാൻസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. സ്നോ ചാൻസ് ഉണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ട്രെയിന് ടൈം ആവാനായി. ഇനിയൊരു 15 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാം. ഈ ടോയ് ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ ഒരു ഫീച്ചർ ഞാൻ പറയാം. ഇതിൽ ചാർജിങ് പോയിൻ്റ് ഇല്ല. അതൊരു വലിയൊരു ഇതാണ്. ചാർജിങ് പോയിൻ്റ് ഇല്ല. ലഗേജിനും അധികം സ്പേസ് ഇല്ല. ഇപ്പം ഞാൻ ഇത്രയും വലിയ ലഗേജ് കൊണ്ടത് പലവരും കൊണ്ടുവന്നിട്ടുണ്ട്. സ്പേസ് ഇല്ല, കുറവാണ്. ഫസ്റ്റ് സീറ്റാണ് ഞാൻ എടുത്തത്. ഫസ്റ്റ് സീറ്റ് അങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് ഉള്ളത്. എനിക്കറിയത്തില്ല ഓപ്പോസിറ്റ് സൈഡാണോ. എന്തായാലും ടോയ് ട്രെയിനിന് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ 5 മിനിറ്റേ ഉള്ളൂ. ബാക്കി കാഴ്ചകൾ യാത്രയിൽ കാണാം. ഫസ്റ്റ് ടൈം ഷിംലയിലേക്ക് ട്രെയിനിൽ യാത്ര. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ടായി. ഞാൻ ഫസ്റ്റ് സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് എൻ്റെ ഡയറക്ഷൻ. നമുക്ക് കയറിയ ഉടനെ ഒരു പത്രം കിട്ടി. ഹിന്ദിയാണ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടും. വാട്ടർ ബോട്ടിലും ഒരു പത്രം. ട്രെയിന് മലയിലൊക്കെ കാണാം. നമുക്ക് മലയിൽ തുറന്ന് ശരി. കോഫി കിറ്റ് തന്നെയാണ്. ഷുഗർ, പിന്നെ കോഫി പൗഡറും പിന്നെ സ്റ്റിക്കൊക്കെ കിട്ടും. അത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ആക്കാം. അങ്ങനെ ചായപ്പൊടി, പഞ്ചസാര, ചെറു ചായ റെഡി. കട്ടൻ ചായ ആക്കിയിട്ടുണ്ട്. പാൽപ്പൊടിയുണ്ട് നമുക്ക് അതിനുള്ളിലുണ്ട്. പാൽപ്പൊടിയുണ്ട്. ഒരു ബിസ്ക്കറ്റും ഉണ്ട്. ഓക്കെ, അടിപൊളി. 5
മണിക്കൂറോളം യാത്രയുണ്ട്. 4 മണിക്കൂർ കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് ടണൽ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ 2 പോയതേ ഉള്ളൂ. ഫിനിഷ് ചെയ്ത് ചെറിയ ടണലാണ്. അല്ല ടണലല്ല, നമുക്കൊരു ടൗണ് നല്ലോണം കാണാം. സ്റ്റേഷനിൽ ഒരു ടണൽ. मेरे सपनों की रानी कब आएगी तू ആയിരത്ത് മസ്. ആ പാട്ട്, ഈ പാട്ടൊക്കെ ഇതിൽ വഴിയാണ് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തത്. പണ്ടത്തെ രാജേഷ് ഖന്ന ടൈമിലൊക്കെ നായിക ഇങ്ങനെ വണ്ടി എടുത്ത് ഇതിലൂടെ പോകും. അന്ന് ചെറിയ റോഡായിരുന്നു, ഇന്ന് ഇച്ചിരി നല്ല വലിയ റോഡൊക്കെ. കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ തണുപ്പാണ്. ഇങ്ങനെ സ്നോ ഒന്നുമില്ല എന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്. ഷിംലത്തായ ഇനിയും മണിക്കൂറുകളുണ്ട്. ഫൈനലി നമ്മളൊരു ടവർ കയറുന്ന വീഡിയോ എടുക്കുക. ചെറിയൊരു ടവറാണ്. ചായ, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് തരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്രെഡ്, പിന്നെ ഓംലെറ്റ്, ജ്യൂസ്, ഇത്രയുള്ളൂ. നമ്മളൊരു സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഹിമാചൽ